അങ്ങനെ എന്നെ വീട്ടിലാക്കിയിട്ട് പിറ്റേന്ന് ഉച്ചയാകുമ്പോഴേക്കും ആദർശേട്ടൻ തിരിച്ച് കോഴിക്കോടേക്ക് പോകാൻ വേണ്ടി നിൽക്കാണ്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ മാറി മാറി പറയുന്നുണ്ട് നീ ഇന്ന് പോകണ്ടാന്ന്, പക്ഷെ ആദർശേട്ടൻ ഒന്ന് പോയേ പറ്റൂട്ടോ. അപ്പോൾ അമ്മ ഇത് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും പിന്നെ ഇത് അമ്മ പപ്പടം കാച്ചിയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഉച്ചയാകുമ്പോൾ ആദർശേട്ടനും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ആദർശേട്ടനെ കുറച്ച് കഴുകാനുള്ള ഡ്രസ്സ് ഞാൻ തലേന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ അർജുണ്ട് കഴുകാൻ കൈ പിടിച്ച ഡ്രസ്സ് അമ്മ ഞാൻ വന്നപ്പോൾ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആദർശേട്ടൻ പോകുമ്പോഴേക്കും ഏറെക്കുറെ ഉണങ്ങി കിട്ടണം. അമ്മ ഇതേ പോരായി ഇപ്പൊ എല്ലാ ഷർട്ടോളും ട്രൗസറോളും ഒക്കെ എടുത്ത് മടക്കി വെച്ച് കൊടുക്കാനുണ്ട്. ഇവിടെ ആൺപിള്ളേരില്ലാത്ത കാരണം അമ്മയ്ക്ക് വിനീഷേന്റെ ആദർശേന്റെ കാര്യത്തിൽ കുറച്ച് കെയറിങ് കൂടുതലാണ്. വിനീഷേന്റെ പിന്നെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. ആദർശേന്റെ പക്ഷെ അങ്ങനെയല്ല ഗൈസ്. ഒരു ചെറിയ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ ആദർശേനെ ചെയ്യിപ്പിക്കാൻ കേട്ടോ. അഥവാ ഇനി പല്ലിക്കാനാച്ചെങ്കിലും കുളിക്കാനാച്ചെങ്കിലും നമ്മൾ പുറകെ നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എന്റെ അച്ഛനും അമ്മയ്ക്കും ആദർശേട്ടൻ ചെറിയ കുട്ടിയാന്നുള്ള ഒരു കൺസിഡറേഷൻ കുറച്ച് കൂടുതലാണ് കേട്ടോ. അച്ഛനും അമ്മയും പരമാവധി പറഞ്ഞു നോക്കിയിട്ട് ഇന്ന് പോകണ്ടെന്ന്. പക്ഷേ അമ്മയുടെ മുഖം ഇരിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ആകവശമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് പോകണ്ടെന്ന് കുറെ വട്ടം പറഞ്ഞു നോക്കി. പക്ഷെ ആദർശേട്ടൻ ഇന്ന് പോയേ പറ്റൂ. ചേട്ടന് 25-ാം തീയതി ക്ലാസ് തുടങ്ങുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ കുറച്ച് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ എന്നെ ഇങ്ങോട്ട് ആക്കി തരേണ്ട കാര്യം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ശനിയാഴ്ച ദിവസം തന്നെ എന്നെ ഇങ്ങോട്ട് ആക്കി തന്നിട്ട് അതിന് ഞായറാഴ്ച ആദർശേട്ടൻ പോയിട്ടോ. അങ്ങനെ ആദർശേട്ടനെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ കാറിന്റെ അങ്ങോട്ട് പോകാറുണ്ടോ. എനിക്ക് ആകെ വിഷമമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആദർശേട്ടൻ അവിടെ പോയി എന്താക്കും എന്നുള്ള നല്ല ടെൻഷൻ എനിക്കുണ്ട്. പോകാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചോട്ടെ ചേട്ടൻ ഞാനും തിരിച്ചു വരട്ടെ, ചേട്ടന് ക്ലാസ് തുടങ്ങണം അന്ന് എന്നെ ബസ് കയറ്റി വിട്ടാൽ മതി. പക്ഷെ ചേട്ടൻ എന്നെ ഇവിടെ സേഫാക്കി ഇറക്കി പോയാലായിട്ട് സമാധാനം കിട്ടുള്ളൂ. എന്നാലും എനിക്ക് എന്തോ നെഞ്ചൊക്കെ ഇടിച്ചോടിങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ പോയി എന്താക്കും എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് കേട്ടോ. ഒരു നേരത്തെ ഫുഡിന് എന്താക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആദർശേട്ടന് ചില കാര്യങ്ങളൊക്കെ എപ്പോഴും ചെറിയ കുട്ടികളെ പോലെ ഒരാൾ പുറകെ നിന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചാലാണ് ആ ഒരു കാര്യം ചെയ്യത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുക്കും. ചില സമയത്ത് ഞാൻ ചീത്തയും പറയട്ടോ, ഇതൊക്കെ ചേട്ടാ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ കച്ചറി ഉണ്ടാവും. അങ്ങനെ യാത്ര പറയാൻ ചെന്നാൽ എനിക്കൊരു 100 ഉപദേശം ഇങ്ങോട്ടും കിട്ടി. നന്നായി നോക്കി നിൽക്കണം, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്, ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള 100 കാര്യങ്ങൾ എനിക്കും കിട്ടിട്ടോ. അങ്ങനെ ഇതാ ടാറ്റൊക്കെ പറഞ്ഞിട്ട് ആദർശേട്ടൻ പോയിട്ടോ. നമ്മൾ പെണ്ണുങ്ങളുടെ അവസ്ഥ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മേനെ അച്ഛനെയും മിസ് ചെയ്തിട്ടുള്ള ഒരു വിഷമം. ഇതിപ്പോൾ ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ അടുത്ത് യാത്ര പറഞ്ഞു പോകുമ്പോൾ അതും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ദേവുട്ടി, എൻ്റെ പാപ്പൻ്റെ മോളാണ്. ഇപ്പോൾ അവൾ ഞാൻ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നതായിരുന്നു. പിന്നെ ഇതേ അമ്മ ഇതേ ചായയൊക്കെ ഞങ്ങൾക്ക് വെച്ചെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുക. അമ്മയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ. ഇവള് ഭയങ്കര വികൃതിയായിരുന്നു, ഇപ്പൊ ഒന്ന് ഒതുങ്ങി പാവം കുട്ടി ചെയ്തായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലൊക്കെ ഭയങ്കര വികൃതിയാണ്. അപ്പൊ അവളുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇവളും ഇത് തിരിച്ചുള്ള വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അവളുടെ വീട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഞങ്ങളുടെ തറവാട്ടമ്പലൊക്കെ ഉള്ള സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ ഇവളും പോയി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ.